മറ്റുള്ളവരെ ഓർമ്മിക്കാനും ഒക്കെ എടുക്കുന്ന സമയം ഒന്ന് തന്നെ. അപ്പൊ സമയത്തിന്റെ പരിധിയിൽ ചിന്തയെ ആസ്പദമാക്കി സമയപരിധി ഇല്ലാതെ ഓടുന്ന വിമാനമാണ് പുഷ്പകം. ഇത് ഭരദ്വാജ സംഹിതയിലുണ്ട്. ചുണ്ടിനാഥ്, അതേപോലെ ഗോപാൽ സ്വാമി, അഗസ്ത്യൻ, വസിഷ്ഠൻ തുടങ്ങിയിട്ടുള്ള 24 ആചാര്യന്മാരുടെ പേര് ഈ 8 തരം വിമാനം കണ്ടുപിടിച്ചവരിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വേദം കണ്ടുപിടിച്ചതും ഉപദേശിച്ചതും ബ്രഹ്മാവാണ് എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവ് കെട്ടുകഥയാണെന്ന് നമ്മളെ പഠിപ്പിച്ചു. ബ്രഹ്മാവ് സനകാദികൾക്ക് വേദം ഉപദേശിച്ചു എന്ന് പറഞ്ഞപ്പോ കെട്ടുകഥയായി. ആ കെട്ടുകഥയിൽ നിന്ന് ഞാൻ നമ്മുടെ അഡ്വക്കേറ്റ് ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന് ഉത്തരം പറയേണ്ടി വരും. സനകാദികൾ നാരദൻ ഉപദേശിച്ചു, നാരദൻ അവിടെ നിന്ന് വ്യാസൻ ഉപദേശിച്ചു, വേദങ്ങളെ 4ആയി പങ്കിട്ട് ശരിയാക്കി. നമ്മൾ കേട്ടത് ഒരു ജാതി ഉണ്ടാക്കി വെച്ചെന്നാണ്, ബ്രഹ്മാവാണ് ഉപദേശിച്ചത്. അതേസമയം ഈ നാരദനെ പറ്റി സായിപ്പ് എഴുതി വെച്ചത് കോൺസെപ്ച്വൽ പേഴ്സണാലിറ്റി, അതായത് സങ്കല്പത്തിലെ ഒരു മനുഷ്യനാണ്, അങ്ങനെ ഒരാളില്ലെന്നാണ്. നിങ്ങൾക്കറിയാമോ നാരദൻ എഴുതിയ നാരദീയ സൂക്തം? നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നാരദീയ സൂക്തം ഇതേവരെ ഉണ്ടായ സംഗീത ലോകത്തിലെ ആദ്യത്തെ പുസ്തകമാണ് നാരദൻ രചിച്ച നാരദീയ സൂക്തം. ഈ നാരദനാണ് വീണ കണ്ടുപിടിച്ചത്. നാരദമാമുനി വീണയുമായി എന്ന് പാട്ട് പാടുന്നത് അങ്ങനെയാണ്. അതിലെ സപ്തസ്വരങ്ങളെ ക്രമീകരിച്ചത് നാരദനാണ്. ആ സപ്തസ്വര ക്രമീകരണത്തിനെ മാറ്റാൻ ഇളയരാജയ്ക്കും മുഖ്യരാജയ്ക്കും ഒന്നും പറ്റിയിട്ടില്ല. ഇന്നും ആ സപ്തസ്വരം തന്നെയാണ് പാലിക്കുന്നത്. ഇത് പ്രപഞ്ചത്തിന്റെ ഘടനയിലെ സപ്തമണ്ഡലങ്ങളിൽ നാദൻ ചെന്നെത്തുന്ന ഘടനയെ വിവരിക്കുന്നു. അങ്ങനെ നമ്മുടെ മനസ്ഥിതിയിൽ അതൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്ന സമയമില്ല, പോട്ടെ, ഇനിയൊരു സമയമാകാം. ഇപ്പൊ നമ്മൾ മറ്റേതിന് തയ്യാറെടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറയുകയല്ല, അതിനുവേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. നിസ്സാര കാര്യമാണ്, നിങ്ങൾ വേവലാതിപ്പെടാതിരിക്കും. ഇവര് ഇത് 30-ാം തീയതിക്ക് മുമ്പ് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അടുത്ത ദിവസം വെട്ടിക്കുഴിച്ച് മാറ്റണം. വേറെ ഒന്നും വേണ്ട. ഏതായിരുന്നാലും അതിന്റെ വഞ്ചന ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയുക. ഇങ്ങനെയുള്ള ആ നാരദൻ, ഞാൻ വക്കീലിനോട് ചോദിച്ചു കൊള്ളട്ടെ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1947 ശേഷം എഴുതിയുണ്ടാക്കിയ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഹിന്ദു ലാ എഴുതിയിരിക്കുന്നത് ഏതെല്ലാം അടിസ്ഥാന പുസ്തകത്തെ കരുതിക്കൊണ്ടാണ്, ബേസ് ചെയ്താണ്? വേദിക് പ്രിൻസിപ്പിൾസ് എന്ന് അദ്ദേഹം പറയുന്നു. പ്രധാനമായിട്ട് 4 വേദിക്കാണ്. പ്രധാനമായി നാരദീയ സ്മൃതി, പരാശര സ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, മനുസ്മൃതി. ഈ മനുസ്മൃതിയിൽ സ്ത്രീ സ്വാതന്ത്ര്യമില്ല എന്ന് ഗൗരിയമ്മച്ചി പറഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞത് അത് മാത്രമല്ല, കഷ്ടം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുക, എനിക്ക് വാസ്തവത്തിൽ വിരോധമില്ല ആരോടും. പറഞ്ഞത് അത് മാത്രമല്ല, അതങ്ങ് ചുട്ടുകളയാനും വിളംബരം ചെയ്തു. സന്യാസി, ഞാൻ ഉൾപ്പെടെ വർഗീയവാദിയായ സന്യാസിക്ക് കുറച്ച് തെറിയും കിട്ടി. പക്ഷെ അതിന് പരിഹാരമായിട്ട് ഒരു സന്യാസി എന്നുള്ള നിലയിൽ എനിക്ക് പറയേണ്ടി വന്ന മറുപടിയിൽ ഒരു ഡേറ്റ് ഇട്ട് ഞാൻ പറഞ്ഞു, ഇന്ന ഡേറ്റിനകം ഇത് സംഭവിച്ചില്ലെങ്കിൽ, അതായത് ഗൗരിയമ്മ ഈ പറഞ്ഞതിന് ശിക്ഷ എന്ന വണ്ണം പാർട്ടിയിൽ നിന്ന് തൂത്തെറിയപ്പെട്ടില്ലെങ്കിൽ ഈ വേഷം ഞാൻ മാറ്റും എന്ന് സെക്രട്ടേറിയറ്റിന്റെ അവിടെ പ്രഖ്യാപിച്ചു. ഇത് ആയിരങ്ങൾ എഴുതിയെടുത്തു. സംഭവിച്ച ഡേറ്റുമായിട്ട് ആശ്രമത്തിലെത്തി. അഹങ്കാരത്തിനല്ല, കാശുണ്ടാക്കാനല്ല, സ്ഥാനവും വേണ്ട, യാതൊരു മഹിമയും വേണ്ട, സർട്ടിഫിക്കറ്റും വേണ്ട. പക്ഷേ നാരായണ ഗുരുദേവനെ പോലെ, ചട്ടമ്പി സ്വാമികളെ പോലെ, ശങ്കരാചാര്യരെ പോലെ, നാരദനെ പോലെ, അഗസ്ത്യനെ പോലെ, വസിഷ്ഠനെ പോലെ തുടങ്ങി പാരമ്പര്യം സൃഷ്ടിച്ച ഈ ഭാരതത്തിന്റെ സാംസ്കാരിക വേദിയിൽ കടന്നു വന്ന് ശവം കുഴിച്ചിടാൻ തയ്യാറായവന് ഈ സംസ്കാരത്തിന്റെ പാരമ്പര്യം എന്തെന്നറിയാതെ പോയി എന്നുള്ളതാണ് കഷ്ടം. നമുക്കും അതെന്തെന്നറിയാൻ കഴിയാതെ പോയത് നമ്മളെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി സാംസ്കാരികമായി ഭിന്നിപ്പിച്ചു. ഇതൊരു പോയിന്റ് നാം മറക്കരുത്. ഞാൻ നിങ്ങളോട് ചോദിച്ചു കൊള്ളട്ടെ, ലോകത്തുള്ള 56 മുസ്ലിം രാജ്യങ്ങളിൽ ഒരിടത്തെങ്കിലും അവിടുത്തെ ഗവൺമെന്റ് അവിടുത്തെ മതപരമായ നിയമങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ? ലോകത്തെ മുസ്ലിം ജനതയുടെ ഭാഗത്ത് ഒരു ഗവൺമെന്റ് അവിടുത്തെ മതപരമായ നിയമങ്ങളിൽ നിന്ന് മാറി നിന്ന് വിധി എഴുതിയോ? കഴിഞ്ഞ ഞായറാഴ്ചയിലെ ഇന്ത്യൻ എക്സ്പ്രസിൽ, വക്കീൽ അദ്ദേഹം ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം, ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ആ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ന്യൂസ് മറ്റൊന്നുമല്ല, അബുദാബിയില് ഒരു മുസ്ലിം കയറി ക്രിസ്ത്യാനിയായി ഉടനെ അവന്റെ സ്വത്തുകൾ കണ്ടുകെട്ടി, അവന്റെ ഭാര്യയെയും കുട്ടികളെയും വീട്ടിൽ പറഞ്ഞയച്ചു. നിയമം കൊണ്ട്, ശരീഅത്ത് നിയമം കൊണ്ട് അത് ചെയ്തു.
ചെയ്തിട്ട് അവന്റെ കഴുത്ത് വെട്ടാൻ ആജ്ഞാപിച്ചു. ഈ നിയമത്തിന്റെ മുന്നിൽ സെക്യുലാറിസത്തിന് മറുപടി പറയാനുണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ. ഇത് പറയാനുള്ള കാരണം സെക്യുലാറിസം എന്ന് പറഞ്ഞ് തന്നെ തുടങ്ങി ഈ വിഭാഗങ്ങൾക്ക് സഹായം കൊടുത്തപ്പോൾ ആ ഒരു വാക്കിന്റെ അർത്ഥം വക്കീൽ അദ്ദേഹം പറയട്ടെ, ഇവിടത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്യുലാറിസത്തിന് വ്യാഖ്യാനമുണ്ടോ? ഇല്ല, ഒരു ആർട്ടിക്കിളിനും വ്യാഖ്യാനമില്ല. സെക്യുലാറിസം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഡിക്ഷണറി നോക്കി പഠിക്കണം. ഇതിന്റെ അർത്ഥം ഇത് ഉണ്ടാക്കി വെച്ചത് ആരാണ്? വിൻസെന്റ് ചർച്ചിലാണ്. വിൻസെന്റ് ചർച്ചില് ഈ രാഷ്ട്രീയത്തിൽ പള്ളികളുടെ കടന്നാക്രമണത്തിനെ നിയന്ത്രിക്കാൻ ഉണ്ടാക്കി വെച്ചതാണ് സെക്യുലാറിസം എന്ന വാക്ക്. ഈ സെക്യുലാറിസത്തിനെ മതത്തിന്റെ പേരിലെടുത്ത് ഇവിടെ കൊണ്ട് സ്ഥാപിച്ചു. ഇവിടത്തെ മതം ആക്രമണത്തിന്റെ മതമല്ല, ആചാര്യന്റെ മതമാണ്, സഹിച്ചവന്റെ മതമാണ്, തപസ്സിരുന്നവന്റെ മതമാണ്, അതേപോലെ തന്നെ ത്യാഗമനുഭവിച്ചവന്റെ മതമാണ്, സ്നേഹം പ്രഖ്യാപിച്ചവന്റെ മതമാണ്. അതിനെതിരെ ഇത്തരത്തിലുള്ള ഹീനതന്ത്രം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിനെതിരെ, ആ സങ്കല്പത്തിനെതിരെ ഒരു രാഷ്ട്രീയത്തിനും അതിനെ ആഞ്ഞടിക്കേണ്ട സ്ഥാനമില്ല. അതിനെ കുറ്റം പറഞ്ഞ് വർഗീയത എന്ന് വിലയിരുത്താൻ നിയമങ്ങളില്ല. അങ്ങനെ ഒരു വരി കണ്ടെടുക്കാനില്ല. എങ്കിലും ഈ അടുത്ത കാലത്ത് പകയ്ക്കുകൊള്ളാത്ത നമ്മളെ, ഇത്രയും കാലം മത്സരിച്ച നമ്മളെ അവഗണിച്ചുകൊണ്ടൊരു ജയിലൻ, ആരെ? വീരേന്ദ്രകുമാരൻ, ഒരു പത്രമുണ്ട് എന്ന് കരുതി അയാളൊരു പുസ്തകം എഴുതി. ഇവിടെ ഉണ്ട്, ഇതാ രാമന്റെ ദുഃഖം. ഈ രാമന്റെ ദുഃഖം പോലും, ഇങ്ങനെ ജൈനനാണ്, രാമന്റെ ദുഃഖം അവിടെ കണക്കെഴുതാൻ ആളിനെ വിട്ടിരുന്നോന്ന് അറിയില്ല. ഏതായിരുന്നാലും രാമന്റെ ദുഃഖത്തിൽ എഴുതിയിരിക്കുന്നത് ഹൈന്ദവ ഫാസിസത്തിന്റെ ദംശനമേറ്റ ഇന്ത്യൻ മുസ്ലിങ്ങൾ. നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ മുസ്ലിമിനെ കടിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? ഹൈന്ദവ ഫാസിസത്തിന്റെ ദംശനമേറ്റ ഇന്ത്യൻ മുസ്ലിങ്ങൾ. നമ്മുടെ മണ്ണിലെ ചോറുമുണ്ട് കൂറ് മറുഭാഗത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട്ട് മുസ്ലിം ഉണ്ടെന്ന് കരുതി നിന്ന് ജയിക്കാൻ ആവശ്യമുള്ള കാശ് പുസ്തകം വിട്ട് അന്യമതത്തിൽ പോയി ഉണ്ടാക്കി ഈ രീതിയിൽ അനാവശ്യവും പറഞ്ഞ് പഠിപ്പിച്ചപ്പോ സോഷ്യലിസമായി. അതുകൊണ്ടാണ് സെമിത്തേരി ധൈര്യമായിട്ട് ഇവിടെ വന്നത്. ഇല്ലെങ്കിൽ വരികില്ല, ഇവിടെ വരികയില്ല എന്ന് വെച്ചാൽ വരികയില്ല, യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ഒരു സംഘടനാ നീതി നമുക്ക് വേണം. താൽക്കാലികമായ വികാരത്തിന് വേണ്ടിയല്ല, ശാശ്വതമായ പരിഹാരത്തിനുള്ള ഒരു നീതി നമ്മൾ വളർത്തണം. അതിന് സംഘടന തയ്യാറായേ തീരൂ. അതിന് സംഘടന തടസ്സം നിൽക്കരുത്. സംഘടന മനുഷ്യത്വത്തിന് വേണ്ടിയാണ്, സംസ്കാരത്തിന് വേണ്ടിയാണ്. പണ്ട് ജാതി മത്സരം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ റേഷൻ കാർഡിന്റെ സർട്ടിഫിക്കറ്റിന്റെ അടിയിൽ അവൻ ഇന്ന ജാതിയിൽ പണ്ട് ജനിച്ചവനാണ് എന്ന് വ്യവസ്ഥയില്ല. ഇന്ന് ജനിച്ചവൻ ഇന്നത്തെ അനീതി പകർത്തിയെടുക്കരുത്, ഇന്നത്തെ അനീതിക്ക് പരിഹാരം കാണണം. അതേപോലെ ഇന്ന് ജനിച്ചവന് അന്നുണ്ടായിരുന്ന അനീതിയെ ദൂരീകരിക്കാൻ കഴിയണം. അനീതിക്കെതിരെ സമരം ചെയ്യുവാനുള്ള അവകാശം വർത്തമാന കാലഘട്ടത്തിനുണ്ട്, അന്ന് ജീവിക്കുന്ന നമുക്കുണ്ട്. നാം എന്തുകൊണ്ടത് ചെയ്തില്ല? നാം ആചാര്യന്മാരുടെ ശ്രദ്ധ, അവരുടേതായിട്ടുള്ള വചനങ്ങളെ അവഗണിച്ചു, അവർ പറഞ്ഞത് വിസ്മരിച്ചു, സാംസ്കാരിക പാരമ്പര്യത്തിൽ ശ്രദ്ധ വച്ചില്ല. അതിന്റെ ഫലമായി നമ്മളെ കടന്നാക്രമിച്ചവൻ 7 നയങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. അതിന് ചൂട്ടുപിടിക്കാൻ ഇതുപോലുള്ള പുസ്തകങ്ങൾ ഇറങ്ങി വന്നു. അടുത്തത് നമ്മുടെ സാഹിത്യത്തെ അവമതിച്ച് വിശ്വാസമില്ലാതാക്കുക എന്നുള്ളതാണ് ഒന്ന്. നാം നോക്കൂ, യുഗങ്ങളുടെ കണക്കുണ്ട്. ആ കണക്ക് ഒരുമിച്ച് 4 യുഗം കൂട്ടിയാൽ 43,20,000 കൊല്ലമാകും. 43,20,000. അങ്ങനെയുള്ള 1000 ചതുർയുഗം കൂട്ടുമ്പോ 43,20,000 ഗുണം 1000 ബ്രഹ്മാവിന് ഒരു ദിവസം, ഒരു ഡേ. അതുപോലുള്ള 1000 കൂടെ വരുമ്പോ ബ്രഹ്മാവിനൊരു നൈറ്റ്. അങ്ങനെ ഉണ്ടോ എന്ന് ഭയക്കണ്ട. കാരണം എന്റെ അനുഭവത്തിൽ നിങ്ങളെ കാണും പോലെ അങ്ങനെയുള്ള വിഭാഗത്തെ കാണാൻ പറ്റും. അത് ഞാൻ ഇവിടെ ഇപ്പോൾ മഹാസന്നിധിയിൽ നിന്ന് പറയുമ്പോ, നിങ്ങളുടെ മനസാക്ഷിയുടെ മുമ്പ് പറയുമ്പോ സംശയം വേണ്ട. ഗുരുപരമ്പരയെ കണ്ണുകൊണ്ട് കാണാം, ഭഗവാനെ കണ്ണുകൊണ്ട് ദർശിക്കാം. ഇത് കഴിഞ്ഞിട്ട് അമ്മ അനുവാദം തന്നു, മക്കളെ അധർമ്മം കൂടുന്നു ഇറങ്ങ് എന്ന് പറഞ്ഞതിന് ശേഷം ആ പാദങ്ങളിൽ നമസ്കരിച്ച്, എന്റെ ഗുരുനാഥന്മാരിൽ ഒരാളാണ് ശ്രീ നാരായണ ഗുരുദേവൻ. അദ്ദേഹത്തെ സങ്കല്പിച്ച് ഒരു ദിവസമെങ്കിലും ഒരു ആരാധന നടാത്ത ദിവസം എന്റെ മനസ്സിലില്ല. തിരുവനന്തപുരത്ത് പോകുമ്പോ ചെമ്പഴന്തിയിൽ കൂടെ കടന്നു പോകുമ്പോഴും എന്റെ മനസ്സിൽ ഒരു ആരാധന നടക്കും. അതേപോലെ തിരിച്ചു വരുമ്പോഴും ഒരു 3 റൗണ്ട് ആരാധന നടന്നിരിക്കും. ഇത് അന്നും ഞാൻ പറയാറുള്ളത്, ഭഗവാനെ അവിടത്തെ എല്ലാം, നിങ്ങളുടെ എല്ലാം കാരുണ്യം കൊണ്ട് ഈ വിഭാഗം, ഈ സംസ്കാരം, ഈ ഉന്നതമായ തപസ്സിന്റെ പാരമ്പര്യം നശിക്കുന്നതിന് മുമ്പ് അതിനെ ഒന്ന് നിലനിർത്തുവാൻ, ഒന്നൊരുമിക്കാൻ, ഒന്ന് സ്നേഹം കൊണ്ട് അടുക്കുവാൻ അനുവദിക്കണേ
എന്ന് മാത്രമല്ലാതെ എനിക്ക് ഇന്നത് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് സത്യമാണ് എങ്കിൽ, ഗുരുവചനം സത്യമാണ് എങ്കിൽ, ഗുരുസങ്കല്പം സത്യമാണ് എങ്കിൽ ഭാമിയിൽ ഹിന്ദു ഒന്ന് എന്ന് പറയുവാൻ നമുക്ക് കഴിയും. അവിടെ ഒരു സെമിത്തേരിയിൽ ഉണ്ടാവുകയില്ല എന്നുള്ളത് ഉറക്കെ വിളിച്ചു പറയാൻ നമുക്ക് കഴിയും. അങ്ങനെയുള്ള ശാശ്വതമായ പരിഹാരമായത് ഈ തിരുനടയിലുള്ള ഈ പ്രശ്നം തുടങ്ങിവെച്ചത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ഒക്കെ ശ്രദ്ധ അത്തരം കാര്യത്തിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ് ഉണ്ടായത്. നമുക്കങ്ങനെ അകന്നിരിക്കേണ്ട ആവശ്യമില്ല. കാലങ്ങൾ എഴുതിവെച്ച കറുത്ത പാടുകളുണ്ട് എങ്കിൽ മാറ്റി കളയുവാനുള്ള അവകാശം നമുക്കുണ്ട്, അതിനുള്ള അധികാരം നമുക്കുണ്ട്, അതിനുള്ള ഗുരുപാരമ്പര്യം നമുക്കുണ്ട്, അവരെ സ്മരിച്ചുകൊണ്ട് ഏറ്റെടുക്കുവാനുള്ള കഴിവ് നമുക്കുണ്ട്. പ്രഖ്യാപിക്കാതെ അടുത്തുപോയാൽ അകന്നുപോകും എന്ന് തോന്നുന്ന ഒരു വികാരം മാത്രം നേതൃത്വത്തിന് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി നമ്മളെ ഭിന്നിപ്പിക്കുന്നു. ഇതുണ്ടാകാതിരിക്കാൻ ഞാൻ പറഞ്ഞ കാരണം, സെക്കുലാറിസത്തിന്റെ പേരിൽ നോൺ റിലീജിയസ്, മതരഹിതം, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ ആരെയും ഞാൻ വോട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിലെ തീസിസ്, ആന്റി തീസിസ്, സിന്തസിസ് എന്ന് 3 ഫോർമുലയാണ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിലുള്ളത്. ഇവരൊക്കെ വായിച്ചു കാണും, വായിച്ചേ പറ്റൂ കേസ് പറയണമെങ്കിൽ. അപ്പൊ അതില് ഈ തീസിസ്, ആന്റി തീസിസ്, സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഈശ്വരനില്ല, റിലിജൻ ഈസ് ഓപ്പിയം, മതമെന്ന് പറയുന്നത് മയക്കുമരുന്നാണ് എന്ന് അവരും പ്രഖ്യാപിച്ചു. ഇപ്പുറത്തോ സെക്കുലാറിസം എന്നും പ്രഖ്യാപിച്ചു, മതരഹിതം. ഇത് രണ്ടും കൂടെ ആയി. ഒരിടത്ത് മതം മയങ്ങി, മറുഭാഗത്ത് രഹിതവുമായി. ഫലത്തിൽ ഹിന്ദുവിന് ഒന്ന് തന്നെയാണ് അനുഭവം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇടയ്ക്ക് BD ജെട്ടി, നമ്മുടെ പൂർവ്വ വൈസ് പ്രസിഡന്റ്, ഇന്ത്യൻ വൈസ് പ്രസിഡന്റ്, ഞാനും അധ്യക്ഷനായിരുന്നു, ബാംഗ്ലൂരിൽ വെച്ചൊരു മീറ്റിംഗ് നടത്തി. മീറ്റിംഗ് നടത്തിയപ്പോൾ നമ്മുടെ കൂത്തുപറമ്പിലെ ഒരു ബിഷപ്പ് അവിടെ ഉണ്ടായിരുന്നു. ഈ ബിഷപ്പ് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം എഴുതി നിന്നുകൊണ്ട് പറഞ്ഞു, ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് പെനൻസ്, പെനിട്രേറ്റിംഗ് പെനൻസ്, ആൻഡ് ലവ് ഈസ് ഫോർവേഡഡ് ഫോർ ഓൾ ബൈ അവർ ഗ്രേറ്റ് ആചാര്യാസ്. ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയെയും എന്നെയും ഒന്ന് പൊക്കി. ഞാൻ ഉടുത്തിരിക്കുന്നതൊക്കെ ശരിയായിട്ടുണ്ടോ എന്ന് നോക്കി പൊക്കിയ സമയത്ത്, കാരണം ഇവനെയൊക്കെ പൊക്കുന്ന